അസീസ് പറയുന്നു, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ വന്നിരിക്കുകയാണ്. ഭർത്താവ് അസ്റായിലിനോട് സലാം പറഞ്ഞിരിക്കുകയാണ്. ഫാത്തിമ വല്ലാതെ കരയുകയാണ്. എന്നിട്ടും അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണ് പടച്ചവന്? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണ് പടച്ചവന്? അറിയണമല്ലോ, കാണണമല്ലോ. ഫാത്തിമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടാമതും അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. നിസ്കാരം കഴിഞ്ഞിട്ടല്ല ചെറുപ്പക്കാരാ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാണ്. സാധാരണ ആയത്തല്ലോ, സാധാരണ ആയത്തല്ലോ. ഏതായത്താ ഓതിയതെന്നറിയുമോ? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഓതിയായത്തേതെന്നറിയുമോ? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. പടച്ചവനെ, സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്താണ് പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് പാരായണം ചെയ്യുന്നത്. ഭാര്യയുടെ വടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടൂല ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്.